ജോർജിയ ലൈഫ് ബെറ്റർ ആണോ അതോ ഇന്ത്യ ലൈഫ് ബെറ്റർ ആണോ? ഇത് കേട്ടാൽ നിങ്ങൾ എന്തായാലും ഷോക്കാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞത്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഷോക്കാവും നിങ്ങൾ കേട്ടാൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ലൈഫാണോ ബെറ്റർ അതോ ജോർജിയയിലെ ലൈഫാണോ ബെറ്റർ, എവിടെയാണ് ബെറ്റർ എന്നുള്ള ഇതാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ് ജോർജിയ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണ് ബെറ്റർ എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ക്വസ്റ്റ്യനാണ്, ജോർജിയ ബെറ്റർ ആണോ അതോ ഇന്ത്യ ലൈഫ് ബെറ്റർ ആണോ, ഏതാണ് നിങ്ങൾ പറയാവുമെന്ന്. ഇപ്പം എന്ത് പറഞ്ഞാലും അതിൻ്റേതായ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിയാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഇവിടെ നോക്കിയാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതാണ് അത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഒന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ നല്ല ചീപ്പാണ്, കുറേ കാര്യങ്ങൾ ചീപ്പാണ്. അത് എവിടെ നോക്കിയാലും അത് മാത്രമേ പറയാൻ പറ്റൂ. ഇന്ത്യയിൽ കട്ട ചീപ്പ്, നല്ല രീതിയിൽ നമുക്ക് എന്തും കഴിക്കാനും കാര്യങ്ങളെല്ലാം പറ്റും. പക്ഷേ ഇവിടെ നോക്കണമെങ്കിൽ നമുക്കെല്ലാം പാടാണ്. ജോർജിയയിൽ ഭയങ്കര എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്, അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. അതും സ്റ്റുഡൻസിന് നല്ല പാടാണ്. പിന്നെ എല്ലാ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ്, ട്രാവൽ എന്ത് നോക്കിയാലും നമുക്ക് ചീപ്പാണ്. ഇവിടെ അതെല്ലാം കുറച്ച് എക്സ്പെൻസീവ്. അവിടെ ട്രാവൽ മാത്രമേ ഇത്തിരി അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഇപ്പം ഓവറാൾ നോക്കണമെങ്കിൽ പാടാണ്. പിന്നെ ജോർജിയയിൽ റെൻറ്റ്, ഗ്രോസറി എല്ലാം എക്സ്പെൻസീവ് സാധനങ്ങളാണ്, കോസ്റ്റ്ലിയാണ്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ടിബിലിസില്ല, ഇവിടെയാണെങ്കിൽ നല്ല കത്തിയ. പിന്നെ ബത്തൂമി എന്ന് പറഞ്ഞാൽ വേറൊരു സിറ്റി ഉണ്ട്, അവിടെ പോയാൽ അതിനെയും കാട്ടി കത്തിയ. അങ്ങനെ എല്ലാം നോക്കണം. അതുകൊണ്ട് തന്നെ അതാണ് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ പറ്റി പറയാൻ, രണ്ടിൻ്റെ കമ്പാരിസൺ നോക്കിയാൽ. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനാണെങ്കിൽ ലൈഫ് സ്റ്റൈല് കുറച്ച് പീസ്ഫുള്ളാണ്. അതിപ്പം ലൈഫ് സ്റ്റൈൽ ഇന്ത്യയിൽ വെച്ച് നോക്കണമെങ്കിൽ നല്ല ഡാർക്കാണ്, സീനാണ് ലൈഫ് സ്റ്റൈലൊക്കെ. അതും ഇതൊക്കെ കമ്പയർ ചെയ്താൽ ലൈഫ് സ്റ്റൈൽ എപ്പോഴും മികച്ചിരിക്കുന്നത് ജോർജിയയിലാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ജോർജിയ ലൈഫ് സ്റ്റൈൽ കുറച്ച് പീസാണ്. ക്രൗഡും കുറവാണ്, റഷ് കുറവാണ്, അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല, അത്രയും പീസാണ്. പിന്നെ നല്ല സേഫ്റ്റിയാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇന്ത്യയിൽ കമ്പയർ ചെയ്യണമെങ്കിൽ. ഇന്ത്യയിൽ നല്ല ട്രാഫിക്, നോയ്സ്, ഭയങ്കര ഹസിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഡെയിലി ഓട്ടം കാര്യങ്ങൾ. ഇന്ത്യയിൽ അതൊക്കെ നോക്കണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ കുറച്ച് ടാസ്ക്കാണ് ജോലി ചെയ്യണമെങ്കിൽ. ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് അതനുസരിച്ചുള്ള ജോലി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളെ കുറച്ച് പീസാവും നമ്മൾ. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇതാണ്. പിന്നെ സേഫ്റ്റിയെ പറ്റി പറയാം. ജോർജിയ നല്ല സേഫാണ്. കമ്പാരിറ്റീവ്ലി നോക്കണമെങ്കിൽ സേഫാണ് ഇന്ത്യ വെച്ച് നോക്കണമെങ്കിൽ. നൈറ്റ് പോലും പുറത്ത് പോവാം, ആരും മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സേഫാണ്. ഓവറോൾ നോക്കണമെങ്കിൽ സേഫാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നേരത്തെ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് നോക്കാം. പക്ഷേ സേഫാണ്. ഇന്ത്യയിലും സേഫാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുവിധം ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും സേഫ് അല്ല ഓവറോൾ നോക്കണമെങ്കിൽ. ഇപ്പോൾ ഓരോ സിറ്റി അനുസരിച്ച് മാറും, അത് വേണം, അങ്ങനെ വേണമെങ്കിലും പറയാം. സിറ്റി അനുസരിച്ച് മാറും, പിന്നെ സ്റ്റേറ്റ് അനുസരിച്ച് മാറാം. അതൊക്കെ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ അതാണ് സേഫ്റ്റീനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഫുഡാണ്. ഫുഡ് നോക്കണമെങ്കിൽ അതൊരു വലിയ ബിഗ് ഡിഫറൻസ് തന്നെയാണ് പറയാനുള്ളത്. ഇന്ത്യയിൽ വെറൈറ്റി ഫുഡുകളുണ്ട്. എന്തൊക്കെ അൽഫാം, അത് പൊറോട്ട, ചിക്കൻ, ഇതെല്ലാം മട്ടൻ എല്ലാം കിട്ടാനില്ല നമുക്ക്. ഇവിടെ ആ കാര്യങ്ങൾ എവറി ഡേ ഡിഫറെൻറ്റ് ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കണമെങ്കിൽ അത് പാടാണ്. ജോർജിയയിൽ ലിമിറ്റഡേ ഉള്ളൂ. അവരെ ബ്രെഡ് കാര്യങ്ങൾ എല്ലാവർക്കും അത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ജീവിച്ച് പോകണ്ടേ, അതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോവും. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇന്ത്യൻ ഫുഡ് ഇവിടെ ഉള്ളവരെന്തായാലും മിസ് ചെയ്യും. ഞാനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇന്ത്യൻ കടയിലൊക്കെ പോയി കഴിക്കും. പിന്നെ മലയാളികളൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, അത് കാരണം എങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോകും. പക്ഷെ എന്തായാലും ഒരു ഇന്ത്യയിലെ വൈബ് വരില്ല. അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ ജോബ്സും മണിയും ഇവിടെ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി നല്ല കൂടുതലാണ്. അത് ശരി തന്നെയാണ്, നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ എവിടെ വേണമെങ്കിലും പണി ചെയ്യാം. പക്ഷേ ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടും. പിന്നെ ഇപ്പോൾ വർക്ക് പെർമിറ്റിന് ഇതുണ്ട്. പിന്നെ ലാംഗ്വേജ് ബാരിയർ കുറച്ച് പ്രോബ്ലമാണ് ജോർജിയയിൽ. നമുക്ക് നാട്ടിലതൊന്നും ആ സീനില്ല, നമുക്ക് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോവാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് അവിടെയും ബെറ്റർ. പിന്നെ പീപ്പിളും കൾച്ചറും
നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൾക്കാരും അവിടുത്തെ ആൾക്കാരും എല്ലാം എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കൾച്ചർ. ഇവിടുത്തെ നല്ല ഹെൽപ്ഫുള്ളും കാമുമായിട്ടുള്ള ആൾക്കാരാണ് ജോർജിയയിൽ. അതുകൊണ്ട് ഇന്ത്യയിൽ ഫ്രണ്ട്ലിയും നല്ല രീതിയിൽ കൂടുതൽ കണക്റ്റ് ആവുന്ന ആൾക്കാരെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരേ ഭാഷ അറിയാം. ഇവിടെ അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഓക്കെ കാര്യമാണ്. ഇനി വെതറിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. വെതർ ഇവിടെ നല്ല ഹെവിയാണ്, തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അതൊക്കെ ഇന്ത്യയിൽ ഇപ്പം കാശ്മീർ ആ ഏരിയയിലൊക്കെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ കംഫർട്ടബിൾ ആണ് മോസ്റ്റ്ലി, ബിക്കോസ് ചൂടാണ്, കുറച്ച് തണുപ്പ് വന്നാൽ മഴ പെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിലൊരു ഓക്കെ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ കാണും, ഏതാണ് ബെറ്റർ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ നോക്കണമെങ്കിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഓരോരുത്തരെ ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ്, അതുകൊണ്ട് ഓക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഓക്കെ ആയി വരുന്നു. പക്ഷേ എന്തായാലും നമ്മൾ ചില സമയത്ത് ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് വരും. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ആൻസറും മാറുകയാണ്. ഓരോ കൺട്രിയിൽ പോകുമ്പോൾ ഓരോന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് പീസ്ഫുൾ ലൈഫ് വേണമെങ്കിൽ ജോർജിയ ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയും കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത് ഇന്ത്യ ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ പേഴ്സണലി പറഞ്ഞാൽ ജോർജിയ നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഹോം ടൗൺ ആണ് ഇന്ത്യ. അപ്പോൾ ഒരു ഹോമിലെ ഫീലിംഗ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ത്യയെ നമുക്ക് അങ്ങനെ ആക്കാം. പിന്നെ ഇതൊക്കെയാണ് മെയിൻ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ നിങ്ങളെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെയാണോ ബെറ്റർ, അവിടെയാണോ ബെറ്റർ, എന്താണ് തോന്നിയത്? ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഇതാക്കാം. അപ്പം ഓരോ പ്ലേസ് മാറാം തോറും ഇപ്പോൾ ലൈഫ് മാറും. അപ്പോൾ പക്ഷേ നമ്മൾ എവിടെയാണ് കംഫർട്ടബിൾ അതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എവിടെയാണ് കംഫർട്ടബിൾ ആയിരിക്കും അവിടെ ആയിരിക്കും ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് കംഫർട്ടബിൾ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ഇതാവണമെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ ചോദിക്കാറുണ്ട് ഇവിടെ ബെറ്ററാണ്, ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.